കണ്ണടച്ചിരുന്ന് പാല് കുടിച്ചാൽ ആരും കാണുന്നില്ലെന്നാണല്ലോ പൂച്ചയുടെ വിചാരം. അതുപോലെയാണ് കേട്ടോ തെയ്യോൻ്റെ കാര്യവും. ആരും ഞാൻ ജ്യൂസ് കുടിക്കുന്നത് കാണണ്ടെന്ന് വിചാരിച്ചിട്ട് അവൻ തന്നെ കണ്ണടച്ചിരുന്ന് ജ്യൂസ് കുടിക്കുക കേട്ടോ. ഞങ്ങൾ തങ്കിയുടെ പല്ല് പറിക്കാൻ വേണ്ടിയിട്ട് പോയതാണ്. അണപ്പല്ല് ഒരെണ്ണം ഇളകി ഇരിപ്പുണ്ടായിരുന്നു. അവൾ തന്നെ നോക്കിയിട്ട് നടക്കുന്നില്ല. അപ്പോൾ പിന്നെ പോയി പറിച്ചേക്കാമെന്ന് വിചാരിച്ചു. അപ്പം ഞങ്ങളെല്ലാവരും ജ്യൂസും സ്നാക്സും ഒക്കെ കഴിച്ചപ്പോൾ അവളിങ്ങനെ താടിക്ക് കൈയും കൊടുത്തിരിക്കുക കേട്ടോ. ഒന്നും കഴിക്കാനും പറ്റിയില്ല, കുടിക്കാനും പറ്റിയില്ല. തണുത്തത് എന്തെങ്കിലും കൊടുക്കാനാട്ടോ ഡോക്ടർ പറഞ്ഞത്. അപ്പം ഞാൻ കുറച്ചല്ല, ഒരു ഫാമിലി പാക്ക് ഐസ്ക്രീമും മേടിച്ചു, 1-2 സ്നാക്സൊക്കെ മേടിച്ചു. ഈ ആംഗ്യഭാഷയിൽ സംസാരിക്കുന്നതെന്ന് വെച്ചാൽ കോട്ടൺ വെച്ചിട്ടുണ്ട് കേട്ടോ. അവളുടെ പല്ലിൻ്റെ അവിടെ ബ്ലഡ് വരാതിരിക്കാൻ വേണ്ടിയിട്ട് അരമണിക്കൂർ കടച്ചു പിടിച്ചോളാൻ പറഞ്ഞു. പിന്നെ നല്ല വെയിലാണ്. അവിടെ ഇരുന്ന് വഴക്കുണ്ടാക്കിയതിൻ്റെ ആഫ്റ്റർ എഫക്റ്റാണ് ഈ കാണുന്നത്. പിണങ്ങിയിരിക്കുക. അപ്പോൾ 2-3 ദിവസം കൂടി ഞങ്ങളിവിടെ ഉണ്ടാവുള്ളൂ കേട്ടോ. ഈ കാഴ്ചയൊക്കെ നല്ലോണം മിസ്സാവും ഞങ്ങൾക്ക്. വീട്ടിൽ തിരിച്ചെത്തിയപ്പോഴത്തേനും ഭയങ്കര കാറ്റായിരുന്നു കേട്ടോ. ഭയങ്കര കാറ്റെന്ന് വെച്ചാൽ ഭയങ്കര കാറ്റ്. പിന്നെ അങ്ങോട്ട് കറുത്ത് മൂടി ആ കാറ്റത്ത് പോയതാണ് കേട്ടോ. ഈ മുല്ലപ്പൂ എല്ലാം നല്ലോണം പൊഴിഞ്ഞു പോയിട്ടുണ്ട് കാറ്റത്ത്. അത് കഴിഞ്ഞ് പിന്നെ നല്ല ഗംഭീര മഴയായിരുന്നു കേട്ടോ.